ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ടിത് കാണണേ. കഥയിലേക്ക്. ഈ കാടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കാട്ടിൽ പണ്ട് ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാർ അവിടെ ഒരു കാക്കയുടെ തലയുള്ള വിഗ്രഹത്തെ ആരാധിച്ചു വരികയായിരുന്നു. ആ സമയത്ത് പോർച്ചുഗലിൽ നിന്ന് വന്ന ഒരു യുക്തിവാദിയായ രാജാവ് ഈ ദൈവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന് സാധിക്കാത്തതുകൊണ്ട് ആ രാജാവ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനായും കൊന്നൊടുക്കുന്നു. അന്ന് അവിടെ ചോര വീണതോടെ ആ ദൈവം കാലത്ത് തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഉഗ്രകോപിയായി മാറുകയും ചെയ്തു. പിന്നീട് ഈ കാട്ടിൽ ചോര വീണാലോ അല്ലെങ്കിൽ അളവിൽ കൂടുതലായി ശബ്ദമുണ്ടായാലോ ഈ ടൈം ലൂപ്പ് വീണ്ടും സംഭവിക്കും. ശേഷം അന്നു മുതൽ ആ കാട്ടിൽ കയറിയവർക്ക് ആർക്കും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവർ എല്ലാവരും ആ കാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ആനന്ദ് ആ കാട്ടിൽ അകപ്പെട്ടുപോയ സ്റ്റീഫനെയും ടീമിനെയും കാണുന്നതാണ്. ആനന്ദ് സ്റ്റീഫനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെയും കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവർ വീണ്ടും ആ കാക്കയുടെ തലയുള്ള വിഗ്രഹത്തിന്റെ മുന്നിലാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ഈ ലൂപ്പിൽപ്പെട്ട ആനന്ദ് നേരത്തെ ടൈം സ്വിച്ച് ചെയ്തപ്പോൾ കണ്ട ആൾ മരത്തിൽ വരച്ചിരുന്ന ചിത്രം ഓർത്ത് ആനന്ദ് അവരെയും കൂട്ടി ആ വിഗ്രഹത്തിന് ചുറ്റും വട്ടത്തിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്നതിനിടയിൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ പ്രതികളുടെ ആക്രമണത്തിൽ ചില പോലീസുകാർ മരിക്കുകയും ചെയ്യുന്നു. അവർ ആ ലൂപ്പ് ആവർത്തിക്കാതിരിക്കാൻ ചോര വീഴാതെയും ശബ്ദം കേൾക്കാതെയും തിരിച്ചു ആക്രമിക്കുന്നു. എന്നാൽ ഒരു സമയത്ത് വീണ്ടും ചോര വീണെങ്കിലും അവിടെ ലൂപ്പ് ആവർത്തിച്ചില്ല. അതുകൊണ്ട് അവർ വേഗം റോഡിൽ കണ്ട വാഹനത്തിന്റെ അടുത്തേക്കെത്തി. അങ്ങനെ 1994 എന്ന ടൈം ഫ്രെയിം ആയതിനാൽ ആനന്ദിന് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ വണ്ടിയിൽ കയറ്റിവിട്ട ശേഷം ആനന്ദ് വീണ്ടും കാക്കയുടെ തലയുള്ള വിഗ്രഹത്തിന്റെ മുന്നിലേക്ക് തിരികെ പോകുന്നു. അവിടെ എത്തിയപ്പോൾ ആനന്ദ് ഒരു ഗണ്ണെടുത്ത് സ്വയം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം കേൾക്കുന്നത് ഒരു വെടിവെച്ചയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ് ആശുപത്രിയിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ്. ശേഷം അവന്റെ അടുത്തിരുന്ന സ്റ്റീഫനെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആനന്ദിന്റെ അച്ഛൻ സ്റ്റീഫനായിരുന്നു. കാട്ടിൽ ചെന്നു അച്ഛനെ രക്ഷിച്ചതുകൊണ്ട് പിന്നീട് അവന് ഒരു മകൾ ജനിക്കുമ്പോഴും അച്ഛൻ അവന്റെ കൂടെയുള്ളതായി കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ് ആ കാട്ടിലൂടെ തന്നെ തന്റെ പുതിയ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയെ വാഹനമിടിക്കുന്നതാണ്. അപ്പോൾ തന്നെ അവളെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുന്ന വഴിയിൽ അവളുടെ ഫോണിലെ വാൾപേപ്പർ കണ്ട ആനന്ദ് അത് ഭാവിയിലെ തന്റെ മകളാണെന്ന് മനസ്സിലാക്കുന്നു. അത് കണ്ട ആനന്ദ് ഭയന്ന് വീട്ടിലേക്ക് വിളിച്ച് മകൾ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെയാണ് ആനന്ദ് ഇതിനൊക്കെ കാരണമായ ആ രാജാവിനെ കാണുന്നത്.